ഏതൊരു പ്രൊഫഷണൽ കോഴ്സിലേക്കാണെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയോളജി ഇതിനുണ്ടായിരിക്കണം. ബാക്കി എല്ലാവരുടെ ഒപ്പീനിയൻസും സെക്കൻഡറി ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫോർ മീ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ കോഴ്സ്. എന്നെ ലൈഫിൽ ഒരുപാട് തരത്തിലുള്ള എക്സ്പീരിയൻസ് ഫേസ് ചെയ്യിപ്പിക്കാനും അത് നേരിടാനും പഠിപ്പിച്ച അല്ലെങ്കിൽ സഹായിച്ച ഒരു കോഴ്സ് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഒന്ന് പഠിക്കുന്നത്. അതിൽ ഹരി നമ്മളെ മെന്ററാണ്. പക്ഷേ ഹീസ് വൺ ഓഫ് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ തന്നെയായിരുന്നു. ഹാഡ് എ റിയലി ഗുഡ് ടൈം എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ ഇപ്പം ക്വാളിഫൈഡ് ആവാത്ത ആൾക്കാർ പോലും ഈ വിജയിച്ച ഓരോരുത്തരുടെയും മോട്ടിവേറ്റ് ചെയ്യുന്നതിലും ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അവർക്കുള്ള പങ്ക് ചെറുതല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും നോളജ് കുറവുള്ള ആൾ ഞാൻ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഈച്ച് ആൻഡ് എവരി member was really nice and they have a really good academics, really good knowledge about all those things actually. So ഇവിടെ ഈ ഒരു വേദിയിൽ അവരോട് നമ്മൾ പറയാതെ മുന്നോട്ട് പോകുന്നില്ല. അറ്റ് ലാസ്റ്റ് നമ്മളെ എക്സാം എന്ത് തന്നെ ആയാലും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ ഒരു ഫേസ് ചെയ്യണം. ലാസ്റ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യാം. എക്സാംസ് എപ്പോഴും നമുക്ക് ഫേവറബിൾ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത റിസൾട്ട്സ് കിട്ടും. സോ ഇതൊക്കെ ഒരു ലക്ക് ഫാക്ടർ കൂടെ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ പാസ്സായാലും ഇല്ലെങ്കിലും ബി പൊളൈറ്റ്, ബി കൈൻഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.